എറണാകുളം രൂപതയിൽ 480 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ പുതിയൊരു പള്ളി പണിക്ക് 7 വർഷം മുൻപ് തുടക്കമിട്ടു. വിശാലമായ ഒരു താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു 10 വർഷമായി ആ പള്ളിയിലെ ശുശ്രൂഷകൾ നടന്നിരുന്നത്. ഇപ്പോഴും ആ കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഏതാനും ലക്ഷങ്ങൾ മുടക്കി പണിത ആ പള്ളിക്ക് ആധുനിക രീതിയിലുള്ള ആഡംബര ഗരിമകളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇടവക ജനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് പത്തരമാറ്റ് തിളക്കവും ഉരുക്കു കയറിൻ്റെ കരുത്തും ഇടവകയിലെ ഏതൊരു ഉദ്യമത്തിനും തൊഴിലാളി യൂണിയൻ്റെ മാതിരിയുള്ള ഒത്തൊരുമയും ഉണ്ടായിരുന്നു. ടീം വർക്ക് എന്താണെന്ന് കണ്ടു പഠിക്കാൻ ഈ ഇടവകയിൽ 2 വിശേഷ ദിവസങ്ങളിൽ പോയാൽ മതിയായിരുന്നു. വലിയ പള്ളിയോ പള്ളിമേടയോ ഇല്ലെങ്കിലും ആ ഇടവകയിലേക്ക് പോകാൻ അച്ഛന്മാർ അപേക്ഷ കൊടുക്കുകയും മത്സരിക്കുകയും ചെയ്യുമായിരുന്നു. സാധാരണ ഇടവകകളിലുള്ള പോരോ ആഭ്യന്തര കലഹമോ പ്രശ്നങ്ങളോ ഇല്ലാത്തതിനാൽ അച്ഛന്മാർക്ക് മധുരപ്പായസം കുടിക്കുന്നത് പോലെ സുന്ദരമായ ഒരു അനുഭവമായിരുന്നു ആ ഇടവകയിലെ ശുശ്രൂഷ. 5 കോടി രൂപയ്ക്ക് പണി തീർക്കാമെന്നായിരുന്നു പള്ളി പണിയുടെ ആരംഭത്തിലെ കണക്കുകൂട്ടൽ. അച്ഛനും കൈക്കാരനും യൂണിറ്റ് പ്രസിഡന്റുമാരുമുള്ള ഒരു സംഘം ആളുകൾ എല്ലാ വീടുകളിലും കയറി ഓരോരുത്തരുടെയും സംഭാവന ശേഷിക്ക് അപ്പുറമുള്ള തുക അവരുടെ വിഹിതമായി എഴുതി വെച്ചു. എങ്കിലും ആരും തന്നെ മുറുമുറുത്തില്ല. പറ്റുന്നതുപോലെ തരാമെന്ന് എല്ലാവരും സഹകരിച്ചു. അങ്ങനെ പിരിവ് ആരംഭിച്ചു. ഞായറാഴ്ച പിരിവിന് പുറമെ ഓരോരുത്തരും കൊടുക്കാമെന്നറിയിച്ച തുക ഗഡുക്കളായി കൊടുത്തു പോന്നു. പണി തുടങ്ങി. അപ്പോഴാണ് കോവിഡിൻ്റെ വരവ്. അതോടെ പള്ളികൾ 2 വർഷത്തോളം അടഞ്ഞുകിടന്നു. പതിവുള്ള ശുശ്രൂഷകൾ മുടങ്ങി. എന്തെങ്കിലും ഉള്ളപ്പോൾ ആൾ കുറഞ്ഞു, പിരിവുകളും കുറഞ്ഞു. ഹ്രസ്വകാല ചുമതലയിൽ 1-2 വൈദികർ വന്നുപോയി. ആരാൻ്റെ തോട്ടത്തിലെ കൃഷി പോലെ ആയിരുന്നു അവർക്ക് പള്ളി നിർമ്മാണം. അച്ഛന്മാർക്ക് താല്പര്യമില്ല, തുടർ ഫണ്ട് വരുന്നുമില്ല എന്നായപ്പോൾ പണി മന്ദഗതിയിലായി. അപ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന പോലെ കോവിഡിനേക്കാൾ ഭീകരമായ ഒരു മഹാരോഗം ഇവിടെ പടർന്നു പിടിച്ചത്, വിമത രോഗം. വളരെ വേഗം അത് വ്യാപിച്ചു. സഭ വലഞ്ഞു. ഉടനടി മരുന്ന് കൊടുത്ത് ശുശ്രൂഷിക്കേണ്ട മെത്രാൻ വൈദ്യന്മാർ കണ്ണടച്ച് മുഖം തിരിച്ചു. അതോടെ രോഗം മൂർച്ഛിച്ചു. ഒന്നിനൊന്ന് വഷളായി. സഭ ക്ഷീണിച്ചു. കോവിഡ് ബാധയും അനുബന്ധ വിലക്കുകളും പതിയെ കുറഞ്ഞെങ്കിലും പള്ളികൾ ലോക്ക്ഡൗണിലായി. വിമതരുടെ കലാപം രൂക്ഷമായി. ക്രിസ്തുവിൻ്റെ മണവാട്ടുകളെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കന്യാസ്ത്രീകൾ പോലും വൈദികർ കൽപ്പിച്ചപ്പോൾ തെരുവിലിറങ്ങി. മതിൽ ചാടാൻ പോലും അവർ തയ്യാറായി. ഇതെല്ലാം കണ്ട് ഇവളുമാർ ആരുടെ മണവാട്ടികളാണാവോ എന്ന് വിശ്വാസികൾ മൂക്കത്ത് വിരൽ വെച്ചു. എറണാകുളത്തെ കന്യാസ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എവിടെയും അവർ തദ്ദേശ വികാരിയുടെയും ബിഷപ്പിൻ്റെയും നിയന്ത്രണത്തിലും ചൊൽപ്പടിയിലുമാണ്. അതുകൊണ്ട് അവർക്ക് സത്യത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ നിസ്സഹായതയാണ്. തടാകത്തിലെ ശാന്തമായ ജലോപരിതലം പോലെ സുന്ദരമായി നിലനിന്നിരുന്ന ഇടവകയിലെ അന്തരീക്ഷം കുർബാനയെ ചൊല്ലിയുള്ള കലഹത്തോടെ ജലത്തിനടിയിൽ ബോംബ് പൊട്ടിയതുപോലെ ആകെ ഇളകി മറിഞ്ഞു. വയലാർ എന്ന ക്രാന്തദർശി ഈ രംഗം അരനൂറ്റാണ്ട് മുൻപേ സീറോ മലബാർ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രതിപുരുഷന്മാർ എന്ന് സ്വയം പ്രഘോഷിക്കുന്ന വൈദിക വർഗം തന്നെ ദൈവത്തെ തെരുവിലിറക്കി ക്രൂശിക്കുമെന്ന് വയലാർ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. തുടക്കത്തിൽ സൂചിപ്പിച്ച ഇടവകയിലെ വികാരി വിമതരുടെ മുന്നണി പോരാളിയാണ്. ഇടവകയുടെ ആത്മീയ ശുശ്രൂഷകളേക്കാൾ അവരുടെ ശ്രദ്ധ ഗൂഢാലോചനകൾക്കും മറ്റ് ആസൂത്രണങ്ങൾക്കുമായി പാഞ്ഞു നടന്നു. ഇടവക ജനം പലതായി പിരിഞ്ഞു. ഇടവകയിലെ എല്ലാ ഉദ്യമങ്ങൾക്കും അകമഴിഞ്ഞ ആത്മാർത്ഥതയോടെ മുൻനിരയിൽ നിന്നിരുന്ന തീക്ഷ്ണമതികളായ ഒട്ടേറെ നല്ല വിശ്വാസികൾ പള്ളിയിൽ കയറാതായി. ചിലർ ലത്തീൻ പള്ളികളിൽ പോയി തുടങ്ങി. ചിലർ പൂർണ്ണമായും പള്ളി ഉപേക്ഷിച്ചു. പള്ളിപ്പണിക്കായി കൊടുത്തു, ഇനിമേൽ കൊടുക്കില്ല എന്ന് ഒട്ടേറെ പേർ തീരുമാനിച്ചു. മുത്തുക്കുട, സക്രാരി, ഫാൻ, ടൈൽ, വിളക്കുകാൽ തുടങ്ങി ഓരോരോ സാധനങ്ങൾ സംഭാവന ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് ഇടവകക്കാർക്ക് സന്ദേശങ്ങൾ അയച്ചു. പക്ഷേ 3 വർഷം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച നിർമ്മാണം 7-ാം വർഷത്തിലും ഇഴഞ്ഞു നീങ്ങുകയാണ്. സാമ്പത്തിക ഞെരുക്കം മൂലം പണി നീങ്ങുന്നില്ല. ഇടവകയിൽ നിന്ന് വേണ്ടത്ര സംഭാവനകൾ കിട്ടാനുള്ള സാധ്യതയില്ല എന്നറിഞ്ഞ വികാരി കുറച്ചുപേരെ കൂട്ടി
അയാളുടെ കൂട്ടുവൈദികരുള്ള ഇടവകകളിൽ മുൻകൂട്ടി അറിയിച്ചിട്ട് ഓരോ ആഴ്ചയിൽ ഓരോ പള്ളിയിൽ പോയി കെഞ്ചി പിരിവെടുത്തു. ഒരു ഇടവക പള്ളി പണിയാൻ മറ്റ് ഇടവകകളിൽ എന്തിന് തെണ്ടണം, അവർക്കുമില്ലേ സ്വന്തം ആവശ്യങ്ങളെന്ന് ചിലർ ആക്ഷേപം പറഞ്ഞെങ്കിലും ആ തെണ്ടൽ തുടർന്നു. കുറ്റം പറയാൻ പറ്റില്ല. പള്ളി പണി, പള്ളിക്കുള്ളിൽ തുള്ളിക്കളി, കുർബാനയെ ഗാനമേളയും മിമിക്രിയുമാക്കി അവതരിപ്പിക്കൽ, ചെറുപ്പക്കാരുമായി നാടുചുറ്റൽ തുടങ്ങിയ മഹാസേവനങ്ങളുടെ പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടാനാണ് ഈ പുരോഹിതവർഗത്തിൻ്റെ ആഗ്രഹം. അനുസരണം, ആത്മീയ നിറവ്, നന്മകൾ നിറഞ്ഞ ജീവിതം, ഇതൊക്കെ ആർക്ക് വേണം? മതബോധനം ഉൾപ്പെടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ അച്ഛനും ഏതാനും വ്യക്തികളും കൂടി സാമ്പത്തിക സഹായം ചോദിച്ച് അടുത്തിടെ ചെന്നു. കുറച്ച് നേരത്തെ കൊച്ചു വർത്തമാനത്തിന് ശേഷം അച്ഛൻ പറഞ്ഞു, ചാക്കോ സാറേ, പള്ളിപ്പണി നമുക്കൊന്ന് പൂർത്തിയാക്കണ്ടേ, ചെറിയൊരു സഹായം കിട്ടിയാൽ കൊള്ളാം. കാശില്ലാതിരിക്കുക. കിട്ടിയ അവസരം മുതലെടുത്ത് ചാക്കോ സാർ പറഞ്ഞു, തീർച്ചയായും വേണം അച്ഛാ, തീർക്കണം. പക്ഷേ സഭ നേരെയാക്കിയിട്ട് പോരെ പള്ളിപ്പണി. സഭയ്ക്കും വിശ്വാസികൾക്കും മാർപ്പാപ്പായ്ക്കുമെതിരെ അച്ഛന് ധിക്കാരം കാണിക്കാനുള്ള വേദി ഉണ്ടാക്കാൻ വിശ്വാസികൾ എന്തിനു പണം തരണം? അസമയത്ത് കുർബാന ചൊല്ലി വിശ്വാസികളെ പറ്റിക്കാനും ദൈവത്തെ നിന്ദിക്കാനോ കുർബാന ആയുധമാക്കുന്നതിൽ അച്ഛന് ഒരു കുറ്റബോധവും തോന്നുന്നില്ലേ? കാനൻ നിയമം 17 അനുസരിച്ച് സഭ നിശ്ചയിച്ച ആരാധനക്രമം വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അറിയാവുന്ന അച്ഛൻ അത് നിഷേധിക്കുന്നതിൽ ഒരു തെറ്റും തോന്നുന്നില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവജനത്തിൻ്റെ അവകാശമാണ് ശരിയായ രീതിയിൽ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും മറ്റു കുദാശകളും പരികർമ്മം ചെയ്യപ്പെട്ട് നൽകപ്പെടുവാനുള്ള അവകാശം ദൈവജനത്തിനുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു വാങ്ങിക്കേണ്ടിയും വരും. വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ കുർബാന ചെല്ലുകയും കുദാശകൾ പരികർമ്മം ചെയ്യുന്ന അച്ഛന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാനൻ നിയമം 17 കാനൻ നിയമം 17 The right of the faithful to the true liturgy. The right of the faithful to true liturgy. The liturgy decided and laid down by the church. വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്കും പഠനത്തിനും ശേഷം സഭാതലവന്മാർ തയ്യാറാക്കിയ കുർബാന ചൊല്ലാൻ അച്ഛനെന്താ മടി? 10 മിനിറ്റ് അൾത്താരയിലോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കാൻ അച്ഛനെന്താ പേടി? കുർബാനയിൽ ഒരു സാഹചര്യത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തത് എന്ന് കാനൻ നിയമം അനുശാസിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ രൂപതാധ്യക്ഷൻ്റെ പേര് പറയണമെന്നും അത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ മഹറോൻ ശിക്ഷ പോലും കിട്ടാമെന്നും കുർബാന അപൂർണമാണെന്നും വ്യവസ്ഥ ഉണ്ടായിരിക്കെ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഈ സഭയുടെ തലവനായിരിക്കുമ്പോൾ അച്ഛൻ ഉൾപ്പെടെ എത്രയോ വൈദികർ ആ പേര് ഉച്ചരിക്കാതെ കുർബാന ചൊല്ലി. കുർബാനയുടെ വിശിഷ്ടമായ പ്രാർത്ഥനയിൽ പോലും സഭാതലവനോടുള്ള വിരോധം പുലർത്തിക്കൊണ്ട് കുർബാന ചൊല്ലാൻ അച്ഛന്മാർക്ക് എങ്ങനെ തോന്നി? അത്തരം കുർബാന ചൊല്ലാനായി എന്തിന് വലിയൊരു പള്ളി പണിയണം? എന്തിന് ഞാൻ പൈസ തരണം? ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഈ ഇടവക ജനത്തെ ഇതുപോലെ ചിതറിച്ചത് ആരാണ്? ജനങ്ങളാണോ? അല്ലല്ലോ, അച്ഛന്മാരല്ലേ. അതുകൊണ്ട് ആദ്യം അച്ഛന്മാർ തന്നെ ജനത്തെ ഒന്നിപ്പിക്കണം. അതിന് സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ഏകീകൃത കുർബാന ഈ പള്ളിയിൽ സ്ഥിരമായി ചൊല്ലണം. അതിനച്ഛൻ തയ്യാറാണെങ്കിൽ പള്ളിപ്പണിക്ക് ഇനി ആവശ്യമുള്ള തുക ഈ ഇടവകയിൽ നിന്ന് തന്നെ ഞാൻ സംഘടിപ്പിച്ചു തരാം. പറ്റുമോ കുർബാന ചൊല്ലാൻ? ചാക്കോ സാർ ചോദിച്ചു. അച്ഛൻ ചുണ്ടുകടിച്ചു, വെള്ളമിറക്കി, തല കുനിച്ചു. ഒരു വല്ലാത്ത ചിരിയോടെ എണീറ്റിട്ട് പറഞ്ഞു, ചാക്കോ സാറേ, ഇതൊക്കെ മാറി എല്ലാം ശരിയാകും. ചാക്കോ സാർ പറഞ്ഞു, ശരിയാകും. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ ശരിയായേക്കും. അതുവരെ കാത്തിരിക്കണോ? അച്ഛൻ ഏതാണ് വലുത്? ഏകീകൃത കുർബാനയോ പള്ളിപ്പണിയോ? അച്ഛനും കൂട്ടരും വേഗം സ്ഥലം വിട്ടു. ചാക്കോ സാർ ഭാര്യയോട് പറഞ്ഞു, ഈ ചെകുത്താൻ്റെ വീട്ടിൽ കയറണ്ടായിരുന്നു എന്ന് അവർക്കിപ്പോൾ തോന്നിക്കാണും. കൊടിയ കുറ്റകൃത്യങ്ങൾ, അഴിമതികൾ, നിയമലംഘനങ്ങൾ, ഭിന്നിപ്പ്, വിശ്വാസ തകർച്ച, വിശ്വാസികൾക്കിടയിൽ ഇടർച്ച, ഇവയൊക്കെയാണ് ഈ വിമത സഖ്യത്തിൻ്റെ സംഭാവനകൾ. എന്നിട്ടും വൈദികരെന്നും മെത്രാന്മാരെന്നും വിളിക്കപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നു. കണ്ണു മൂടിക്കെട്ടിയ കഴുതയെപ്പോലെ ഒന്നുമറിയാത്ത പാപം വിശ്വാസികൾ പുറകെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ഇവരുടെ ദുർവാഴ്ച തുടരുകയും ചെയ്യുന്നു. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യം അല്പം വിശദീകരിക്കണം. കാനൻ നിയമത്തിലെ വകുപ്പ് 161 ഇങ്ങനെയാണ്: എല്ലാ ബിഷപ്പുമാരും മറ്റു വൈദികരും ദിവ്യകാരുണ്യ ആരാധനയിലും ദിവ്യസ്തുതികളിലും ആരാധനാ പുസ്തകങ്ങളിലെ നിർദ്ദേശങ്ങളനുസരിച്ച് റോമൻ പൊണ്ടിഫിന് ശേഷം, അതായത്
മാർപ്പാപ്പായുടെ പേരുച്ചരിച്ചതിന് ശേഷം മെത്രാപ്പൊലിത്തയെ അനുസ്മരിക്കണം. കാനൻ നിയമം 162 ഇങ്ങനെയാണ്: മാർപ്പാപ്പായുമായുള്ള സമ്പൂർണ്ണ കൂട്ടായ്മയുടെ അടയാളമായി മെത്രാപ്പൊലിത്ത റോമൻ പൊന്തിഫിൻ്റെ അനുസ്മരണം വിശ്വസ്തയോടെ നടത്തണം. കൂടാതെ അത് അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന സഭയിലെ എല്ലാ ബിഷപ്പുമാരും മറ്റു വൈദികരും ചേർന്ന് ദിവ്യ ആരാധനയിലും ദിവ്യസ്തുതിയിലും ചെയ്യുന്നതായി കാണുകയും വേണം. ഇനി ഇതിൻ്റെ ഒരു ശിക്ഷാ നടപടി പറയുന്നുണ്ട്. കാനൻ നിയമം 1438 ഇങ്ങനെയാണ്: ദൈവിക ആരാധനക്രമത്തിലും ദൈവിക സ്തുതികളിലും നിയമപരമായി നിർദ്ദേശിച്ചിരിക്കുന്ന അനുസ്മരണം ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കുകയും നിയമപരമായ മുന്നറിയിപ്പ് നൽകിയിട്ടും പുനർവിചിന്തനം ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ അയാൾ ഉചിതമായ രീതിയിൽ ശിക്ഷിക്കപ്പെടണം. ബഹിഷ്കരണം പോലുമാവാം. ഇത്രയും ശക്തമായ ഘടനയും താക്കീതുമുള്ള നിയമം സഭാതലവനോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാൻ വൈദികർ ഉപയോഗിക്കുന്നത് എത്ര ഗുരുതരമായ കുറ്റമാണ്. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് സ്ഥിരമായി കുർബാന ചൊല്ലിയിരുന്ന ഒരു വൈദികൻ ആലഞ്ചേരി മരിച്ചാൽ ഞാൻ ഒപ്പീസ് ചൊല്ലും എന്ന് പറഞ്ഞതായി ചില വൈദികരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇത് തെറ്റാണെങ്കിൽ ഇവിടെ തന്നെ ക്ഷമാപണവും കുറിക്കുന്നു. എന്നാൽ ആ വൈദികൻ അകാലത്തിൽ മരിക്കുകയും കർദിനാൾ ആലഞ്ചേരി അദ്ദേഹത്തിനായി ഒപ്പീസ് ചൊല്ലുകയും ചെയ്തു എന്നത് വലിയൊരു വിധി വൈപരീത്യവും കർദിനാൾ ആലഞ്ചേരിയെ നിഷ്കാസനം ചെയ്തതിൽ ഇപ്പോൾ ആഹ്ലാദിക്കുന്ന വിമതർക്കാകെയുള്ള ഒരു ദൈവിക മുന്നറിയിപ്പുമായി കരുതുന്നത് നന്നായിരിക്കും.